കോട്ടയം സമീപകാലത്തിനും ഏറ്റവും ക്രൂരമായ റാങ്കിങ്ങിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ ഭരണകക്ഷി നേതൃത്വം ഇടപെടുന്നതായി വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാങ്കിങ്ങിൽ കൂടുതൽ ഇരകളെന്ന് പോലീസ്. 1ാം വർഷ ജനം വിദ്യാർത്ഥികളായ 3 ആൺകുട്ടികളാണ് കഴിഞ്ഞ ദിവസം പോലീസ് മൊഴി നൽകിയത്. ഇവരുടെ പരാതിയിലാണ് ഗാന്ധിനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 1ാം വർഷ വിദ്യാർത്ഥികളായ മറ്റേ 3 ആൺകുട്ടികൾ കൂടി പീഡനത്തിനിരയായിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. പീഡനത്തിന് ഇരയായ വിവരം ഇവർ കോളേജ് അധികൃതരോട് വിശദീകരിച്ചിട്ടുണ്ട്. 2ാം വർഷത്തെ 4 ആൺകുട്ടികളിൽ നിന്നും പോലീസ് വിവരം ശേഖരിക്കും. ജില്ലാ പോലീസ് മേധാവി എൻ ഷാഹുൽ ഹമീദ് കേസിന്റെ ഇതുവരെയുള്ള പുരോഗതി വിലയിരുത്തി. വ്യാഴാഴ്ച കോളേജിലെത്തിയ അന്വേഷണ സംഘം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി സുരേഖയിൽ നിന്നും മൊഴിയെടുക്കും. അവധിയിലായിരുന്ന ഇവർ വ്യാഴാഴ്ചയാണ് കോളേജിലെത്തിയത്. പെൺകുട്ടികളടക്കം മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. അറസ്റ്റിലായ പ്രതികൾ കോട്ടയം സബ് ജയിലിൽ റിമാൻഡിലാണ്. ഇവരെ അടുത്ത ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. കോട്ടയം SP KG അനീഷും വ്യാഴാഴ്ച കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഹോസ്റ്റൽ റാങ്കിങ്ങും പീഡനം നടന്ന പ്രതികളിലെ മുറികളിലും മറ്റു വാർഡുകളിലും DYSP പരിശോധന നടത്തി. അറസ്റ്റിലായ രാഹുൽ രാജ് ഇടത് അനുകൂല വിദ്യാർത്ഥി സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. മറ്റ് 5 പേർ സംഘടനയുടെ അംഗങ്ങളായിരുന്നു. ഇവരെ സംഘടനയിൽ നിന്നും നേരത്തെ തലേന്ന സാധനം വീണേ 1 2 4 5 6 7 8 അത് ഓട്ടാവുണ്ടോ? ഇത് മറ്റേ കളറ് മാതാവല്ലേ എനിക്കിട കണ്ണടച്ചോ കണ്ണെരിയുന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കാം. ഈ സാധനം ഞാനല്ലേ രാവിലെ